ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ മഹാത്മജിയെ അങ്ങനെ അവതരിപ്പിക്കേണ്ട, അങ്ങനെ ബൂസ്റ്റ് ചെയ്യേണ്ട, അങ്ങനെ മാർക്കറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്കുണ്ടോ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപും അതിനു ശേഷവും ഗാന്ധി എന്താണ് എന്ന് ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കി അറിഞ്ഞ ജനതയാണ് ഈ വിശ്വമെമ്പാടുമുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. അതങ്ങനെ മാർക്കറ്റ് ചെയ്ത് അതൊരു വലിയ പ്രൊപ്പഗാൻഡയിലൂടെ അങ്ങനെ വേണ്ട ഒന്നാണോ എന്ന് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇപ്പോഴാണ് അതിലൊരു തർക്കം വരുന്നത്, ഇപ്പോഴാണ് അതിലൊരു ചർച്ച പോലും വരുന്നത്. ഗാന്ധിയെ ലോകം ഇങ്ങോട്ട് വന്നറിഞ്ഞതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായി അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അത് പുതിയ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടാണോ? അങ്ങനെ ഇവിടെയുള്ള നേതാക്കളെ എല്ലാവരെയും വൈറലാക്കി ഇൻസ്റ്റഗ്രാമിലൂടെ, ഫേസ്ബുക്കിൻ്റെ ഫോളോവേഴ്സിലൂടെ ഒക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒരു ഗതികേട് ആനുകാലിക രാഷ്ട്രീയത്തിനുണ്ടെങ്കിൽ അതിന് ഗാന്ധിജിയെ ഉദാഹരണമാക്കേണ്ടതുണ്ടോ? മാധു, എനിക്ക് അല്പസമയം തരണം. അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞ അത്രയും വിവരക്കേടുകൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനുള്ളത് എനിക്ക് സമയം തന്നെ. ഞാൻ അധികമായിട്ട് പരത്തി പറയില്ല. ഒന്നാമത്തെ ആദ്യ ടൈമിൽ അദ്ദേഹം പറഞ്ഞത് പരീക്ഷ എഴുതുന്ന കുട്ടി എന്നുള്ള നിലയ്ക്ക് 60%-ലധികം മാർക്ക് കിട്ടിയാൽ കിട്ടുന്ന കുട്ടിയാണ്, അത് റാങ്കിന് 1ാം സ്ഥാനത്തിന് വേണ്ടി അവർ ശ്രമിക്കുമെന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് 10 വർഷം മുമ്പ് ഭരിച്ച സർക്കാരിനെ കോപ്പിയടിക്കാൻ പോലും ശേഷിയില്ലാത്ത രീതിയിൽ പരീക്ഷ എഴുതിയ ഒരു കുട്ടി, തോൽവി മണക്കുന്ന ഒരു കുട്ടി, കോപ്പിയടിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു കുട്ടി ആണ് റാങ്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതേ കുട്ടി തന്നെയാണ്, കുട്ടിയുടെ പ്രതിനിധി തന്നെയാണ് പറയുന്നത് 400 സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, അത് ഞങ്ങളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് വെറുതെ പറഞ്ഞാണെന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അദ്ദേഹം പറഞ്ഞത് 2014 ഇലക്ഷൻ സമയത്ത് മോദി ധ്യാനത്തിന് പോയെന്ന്. എനിക്കോ ഈ പാനലിൽ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ ഒഴിച്ച് ബാക്കി ആർക്കോ, ഈ ചർച്ച കേൾക്കുന്ന ഒരാൾക്കോ നാളിതുവരെ അങ്ങനെ അദ്ദേഹം ധ്യാനത്തിന് പോയതിനെ കുറിച്ച് ഒരു കഥയും അറിയില്ല. ഉണ്ടെങ്കിൽ അവർ പറയണമായിരുന്നു. അങ്ങനെ ഒരു കഥയില്ല. ഇനി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്, ധ്യാനത്തിന് പോകാം. പക്ഷേ 2019-ലും 2024-ലും അദ്ദേഹം ധ്യാനത്തിന് പോകുന്നത് നാട്ടുകാരുടെ ചെലവിലാണ്. നാട്ടുകാരുടെ ചെലവിൽ ധ്യാനത്തിന് പോകുന്ന നാണം കെട്ട പരിപാടിയെ ഇത്രയധികം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് നടക്കാത്തൊരു ധ്യാനത്തെക്കുറിച്ച് കള്ളം പറയുകയൂടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മര്യാദകേടാണ്. ഇനി നിങ്ങൾ പറയുന്നത് മോദിയുടെ മൗനം, ആ മൗനത്തെ പ്രതിപക്ഷം ഭയപ്പെടുന്നു എന്നാ. മോദിയുടെ മൗനത്തെ ഭയപ്പെടുന്നത് ഗുജറാത്ത് കലാപകാലത്ത് ആ സംസ്ഥാനത്തെ ജനങ്ങളായിരുന്നു. മണിപ്പൂരിലെ 10,000-കണക്കിന് മനുഷ്യരാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും സ്ത്രീകളും ആദിവാസികളും ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും പാവപ്പെട്ട മനുഷ്യരുമാണ്. കലാപങ്ങൾ നടക്കുമ്പോൾ, കൊലകൾ നടക്കുമ്പോൾ, തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ ആ മോദിയുടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൗനത്തെ ഭയപ്പെടുന്നത് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരാ. മാത്രമല്ല, മോദി ഭയപ്പെടുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെയാ. 272 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് 206 യോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് നിങ്ങൾ തന്നെ പറയുന്ന മോദി ആ 272 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പോലും പറയാതിരുന്നത് മോദിയുടെ മൗനം പ്രതിപക്ഷത്തെ ഭയക്കുന്നത് കൊണ്ടാണ്. അടുത്തത്, നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിക്ക് ധ്യാനം ഇരിക്കാമല്ലോ, മനസ്സിന് കുഴപ്പമുള്ളത് കൊണ്ടാണെന്ന്. നിങ്ങൾ യോഗ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ചിത്തവൃത്തി നിരോധക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ഥിരം സുഖം ആസന എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഈ പൊളിറ്റിക്കൽ കോമാളിക്ക് ഇല്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയണം. കാരണം 28 സെക്കൻഡിനിടയ്ക്ക് സ്ഥാനങ്ങൾ മാറും. അദ്ദേഹത്തിന് സ്ഥിരം സുഖം ആസന എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ധ്യാനത്തിലിരിക്കാൻ സാധിക്കില്ല. മാധു, അത് പിൻവലിക്കണം. നിങ്ങൾ മാധു അത് പിൻവലിക്കാൻ പറയണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞപ്പം ചോദിച്ചോ എന്ന് നിങ്ങൾ ചോദിച്ചതാണ്. ഈ വക മര്യാദഘട്ട ഭാഷയിൽ സംസാരിക്കരുത്. എതിർപ്പുണ്ട്, അങ്ങ് പിൻവലിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അത് ശരിയല്ല, നിങ്ങൾ പിൻവലിക്കേണ്ടതാണ്. ഒരു മര്യാദഘട്ട ഭാഷയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ ചെയ്തോളൂ, മര്യാദ പറയരുത്. താങ്കൾ പറഞ്ഞ കേട്ടല്ലോ, ഞാൻ രാഹുൽ ഗാന്ധി താങ്കളുടെ എതിർപ്പ് ഞാൻ കേട്ടല്ലോ. മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ. താങ്കൾ പറഞ്ഞു മാത്രം പറയും, ഞാൻ എന്റെ മറുപടി രാഹുൽ ഗാന്ധിയുടെ യാത്രകളെ ദ്വയാർത്ഥം വെച്ച് സംസാരിച്ചു പോയി എന്ന് ജിൻഡോയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലോ? ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല, വൃത്തികെട്ടവെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ മാന്യമായ ഭാഷയല്ല, ആ മാന്യമായ ഭാഷ അയാൾക്ക് ഉപയോഗിക്കാം, എനിക്ക് വിരോധമില്ല. എന്ത് വേണേലും പറഞ്ഞോട്ടെ. പക്ഷേ
താങ്കൾ പറഞ്ഞ താങ്കളുടെ അഭിപ്രായ വ്യത്യാസത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ എന്റെ അഭിപ്രായം പറയട്ടെ, താങ്കൾ വെയിറ്റ് ചെയ്യ്. എന്റെ താങ്കളുടെ അഭിപ്രായ വ്യത്യാസത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല, പിൻവലിക്കാൻ തയ്യാറല്ല. കാരണം എന്താണ്? നമ്മളുടെയൊക്കെ, എന്റെയും ഗോപാലകൃഷ്ണന്റെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയും ഈ ചർച്ച കാണുന്നവരുടെയും ഒക്കെ നികുതി പണം എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ധ്യാനം ഈ രാജ്യം മുഴുവൻ കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് രാഷ്ട്രീയ കോമാളിത്തരം മാത്രമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയും. പിൻവലിക്കാൻ തയ്യാറല്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ രാഹുൽ ഗാന്ധിക്ക് മനസ്ഥൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ധ്യാനിക്കാൻ പറ്റാത്തതെന്ന്. ഈ പ്രധാനമന്ത്രിക്ക് മനസ്ഥൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പൊസിഷനിൽ ഇരുന്ന് കൃത്യമായിട്ട് ധ്യാനിക്കാൻ പറ്റാത്തത്. എത്രയോ മുദ്രകൾ മാറുന്നു, എത്രയോ പൊസിഷൻ മാറുന്നു. അദ്ദേഹത്തിന് ചിത്തവൃത്തി നിരോധക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മോഡിഫിക്കേഷനെ നിരോധിക്കാൻ പറ്റാത്തത് കൊണ്ട്, മങ്കി മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ നരേന്ദ്രമോദിയുടെ ഇത്തരം കാട്ടിക്കൂട്ടലുകളെ പൊളിറ്റിക്കൽ കോമാളിത്തരം എന്ന് തന്നെ ഞാൻ പറയും. താങ്കൾക്ക് വിയോജിക്കാമെങ്കിൽ വിയോജിക്കാം, എനിക്ക് തെറ്റൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഇനി അടുത്തത് താങ്കൾ പറയുന്നത് സംസ്കാരത്തെയും പൈതൃകത്തെയും, ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ലോകത്തിന്റെ മുൻപിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഈ പണിയൊക്കെ കാണിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ വിവേകാനന്ദൻ ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വന്നാൽ, കന്യാകുമാരിയിലേക്ക് വന്നാൽ, ഇന്ന് നരേന്ദ്രമോദി ഈ ധ്യാനമിരിക്കുന്ന പാറയിലേക്ക് നോക്കി പറയും അതാണ് ഏറ്റവും വലിയ ഭ്രാന്താലയമെന്ന്. ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വാക്ക് പോലും മറുപടി പറയാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി 45 മണിക്കൂർ മൗനത്തിലായിരിക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാർക്ക് എന്ത് ഗുണമുണ്ടെന്ന് പറയും ഗോപാലകൃഷ്ണ. ഇനി അടുത്തത് താങ്കൾ പറയുന്നത് ഗാന്ധിജിയെ കുറിച്ചിട്ട് മോദിക്ക് വല്ലാത്ത വേവലാതിയുണ്ടെന്ന്. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങൾ വീണ്ടും ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള ധൈര്യം സംഘപരിവാറിന് കിട്ടിയത് മോദി ഭരിച്ച 10 വർഷക്കാലത്തിനിടയ്ക്ക്. ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ ദേശസ്നേഹി എന്ന് പറഞ്ഞത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ. ആ പ്രഗ്യാ സിംഗ് ഠാക്കൂറെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങൾ MP ആയിട്ട് കൈപിടിച്ച് കയറ്റിയില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അവർക്കെതിരെ നടപടിയെടുത്തോ? ഇനി ഗാന്ധിജിക്കെതിരെ ഗാന്ധിജി ഒരു കൗശലക്കാരനായിട്ടുള്ള ബനിയാണെന്ന് പറഞ്ഞത് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഗാന്ധിക്ക് കൊന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അമ്പലം പണിതപ്പോ, അത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നടന്നപ്പോ ഒരിക്കലെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? അന്ന് ഗാന്ധിയുടെ വിരിമാറിലേക്ക് നാഥുറാം വിനായക് ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് പാഞ്ഞ വെടിയുണ്ടയേക്കാൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് വെടിയുണ്ടകൾ, വർഗീയതയുടെ വിഷം തുപ്പുന്ന വെടിയുണ്ടകൾ ഇന്നും ഗാന്ധിസത്തിന് നേരെ ചീറിപ്പാഞ്ഞെടുക്കുമ്പോൾ നരേന്ദ്രമോദി മൗനത്തിന്റെ ഭാഗത്തിലായിരുന്നു. ഇനി ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ. ഈ ഗാന്ധിജി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഐക്കൺ മാത്രമല്ല, ലോകത്തിന്റെ പ്രകാശമാണ്. മഹാത്മാഗാന്ധിക്ക് കോൺഗ്രസ് ഒരു പ്രയോറിറ്റി കൊടുത്ത് പ്രചരണം കൊടുക്കേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് പോലും രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ നാനാകോണുകളിൽ നിന്നും വലിയ വലിയ മനുഷ്യർ ഈ മഹാത്മാവിനെ അനുകരിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു BJP നേതാവിന് അത് അവകാശപ്പെടാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന പോലെ മഹാത്മാഗാന്ധിയെ ഞങ്ങൾ പ്രചരണം കൊടുത്ത് വളർത്തേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധി ഈ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന വിളക്കുമാടമാണ്. ആ പ്രകാശത്തെ മൂടിക്കെട്ടാനാണ് നരേന്ദ്രമോദി ഇത്തരം അഭിപ്രായങ്ങളിലൂടെ ശ്രമിക്കുന്നത്. കോൺഗ്രസ് പരാതി നൽകി.